എൻ്റെ പേര് അബൂബക്കർ. സ്ഥാപനത്തിൻ്റെ പേര് PKM ഫാബ് ഇൻറ്റീരിയർ. വടക്കാഞ്ചേരി മിണാലൂർ പെട്ടിക്കട സ്റ്റോപ്പിലാണ് എൻ്റെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. സാറേ, ഈ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? മേഖല തിരഞ്ഞെടുക്കാൻ നമുക്ക് അതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് മാത്രമാണ്. എത്ര വർഷമായി ബിസിനസ്സിൽ? നമ്മളൊരു 16 വർഷത്തോളം. നമ്മളെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ, അതായത് PKM സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സർവീസുകൾ, എന്തൊക്കെയാണ് സാറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് PKM ഇൻറ്റീരിയർ. ഒരു വീടിൻ്റെതായ ഒരുവിധം എല്ലാ ഇൻറ്റീരിയർ വർക്കുകളും, ഡ്രസ് വർക്ക്, ഒരുവിധം എല്ലാ വർക്കുകളും ഒരു വീടിൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ട്. ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും? പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് ഒരു വർക്കിനായിട്ട് വരുമ്പോൾ നമ്മളൊരു വീടിൻ്റെതായി ചെയ്തു കൊടുക്കുന്ന ഒരുവിധം എല്ലാ വർക്കും ചെയ്തു കൊടുക്കുന്നതാണ്. അതിനായിട്ട് ഇനി പുറത്തൊരാളെ തപ്പി നടക്കേണ്ടി വരില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ചോദിക്ക് വരുന്നത് അലുമിനിയം വർക്കാണ്. അതെ. അതെന്തുകൊണ്ടാണ് ശരിക്കും? അലുമിനിയം വർക്ക് മുന്നത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ മോഡലായിട്ട് ചെയ്യാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മോഡൽ വേണോ, നമ്മളൊരു വീടിന്റെ ഒരു ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്താ? ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട്, അതായത് അലുമിനിയത്തിന്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും? ക്വാളിറ്റി നമ്മൾ മെറ്റീരിയൽ പ്ലോട്ട് നമ്മൾ കണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ ഇന്റീരിയറിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം. വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ കമ്പനിക്ക് അനുസരിച്ചിട്ടാണ്. പല മാർക്കറ്റിൽ പല രീതിയിലുള്ള മെറ്റീരിയലും വരുന്നുണ്ട്. നമ്മൾ എത്ര വെയിറ്റ് നമ്മളത് എന്തൊക്കെ എവിടെയൊക്കെ വേണമെന്നുള്ളത് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. കുറഞ്ഞ മെറ്റീരിയലും കൂടിയ മെറ്റീരിയലും വരുന്നുണ്ട്. പരമാവധി നമ്മൾ വെയിറ്റ് കൂടിയ മെറ്റീരിയൽ എടുത്ത് പണിയുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ലൈഫ് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിപ്പോ പുതിയ വീടും പഴയ വീടിന്റെ റിനോവേഷൻ വർക്കുകളൊക്കെ ചെയ്യാറുണ്ടോ? എല്ലാം ചെയ്യുന്നു. ഈ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ശരിക്കും സാറിലേക്ക് ഒരു വർക്ക് എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് വരുന്നത്? നമുക്ക് വർക്ക് കൂടുതലും വരുന്നത് ഒരു വീട്ടിൽ ചെയ്ത വർക്ക് കണ്ടിട്ടാണ് മറ്റൊരു വർക്ക് കിട്ടാറുള്ളത്. സാറിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര പേരാ വർക്ക് ചെയ്യുന്നത്? എൻ്റെ കൂടെ 3 ആള്. നമ്മൾ സാറിലേക്ക് വരുമ്പോൾ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് സാറിനൊരു എങ്ങനെയാണ് സാർ അത് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്? അതായത് ഒരു പുതിയ വീട് വയ്ക്കുക, ഏകദേശം ആ വീടിന്റെ ഒരു പകുതി പണി സമയത്തായിരിക്കും അതിനുശേഷമാണ് സാറിലേക്ക് സമീപിക്കുമ്പോൾ സാർ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് അതിനുശേഷം ഫോളോ ചെയ്ത് പോകുന്നത്? പാർട്ടിക്കാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ പരമാവധി അവരുടെ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ മോഡലും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് കൊടുക്കൽ. അത് മാത്രമല്ല, എങ്ങനെയാണ് കസ്റ്റമറുമായിട്ട് ഒരു വർക്ക് കൺഫേം ചെയ്യുന്നത്? ശരിക്കും വർക്ക് കൺഫേം ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കിൻ്റെ ഒരു പകുതി ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ നമ്മൾ ഓൾറെഡി കസ്റ്റമർ നമുക്കൊരു മോഡൽ തന്നിട്ടുണ്ടാവും. ഒരു വീടിൻ്റെ ചെല്ലുമ്പോൾ നമ്മൾ ഓൾറെഡി അളവെടുത്ത് അതിനൊരു കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. കൊട്ടേഷൻ കൊടുത്ത് കൺഫേം ആണെങ്കിൽ നമ്മൾ വർക്കും കാര്യങ്ങളും നോക്കിയിട്ട് ഒരു 50% ആണ് നമുക്ക് അഡ്വാൻസ് മേടിക്കാറുള്ളത്. അടുത്തൊരു 30% ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇറക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നീട് മേടിക്കുക. പിന്നെ വർക്ക് കംപ്ലീറ്റ് ആയി നമ്മുടെ വർക്കിന്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എമൗണ്ട് പറഞ്ഞ് മേടിക്കലാണ്. ഓൾറെഡി നമുക്ക് ഇതുവരെ വർക്ക് വന്നിട്ട് പൈസയുടെ പ്രശ്നത്തിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. വിശ്വാസം നിലനിർത്താൻ കാരണം എന്താ? അതിന്റെ ഒരു സീക്രട്ട് എന്താ? സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കാണ്. വർക്ക് ചെയ്യുന്നത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വർക്ക് ഒരിക്കലും കിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് ഒരു വർക്കാണെങ്കിൽ ആ ചെയ്യുന്ന വർക്ക് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തു കൊടുക്കുക. നമ്മൾ ഇപ്പോൾ വീടിന്റെ കാര്യങ്ങൾ സാറ് പറഞ്ഞു, അല്ലാണ്ട് പിന്നെ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയിലേക്ക് വരുമ്പോൾ? നമ്മളിപ്പോൾ ഇവിടെ വീടിൻ്റെ അല്ലാതെ കടകൾ, ഷോപ്പുകളുടെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഗ്ലാസ് വർക്കാണ് ഗ്ലാസ് വർക്ക് ചെയ്യലുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻസ്. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പല വർക്കുകൾ ഉണ്ടാവും. ആ വർക്കിനനുസരിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. സാറ് ഫാമിലിയിൽ ആരൊക്കെയാണ് സാറിന്റെ? ഫാമിലിയിൽ ഉമ്മ ഉണ്ട്, വൈഫുണ്ട്, 3 പിള്ളേരുണ്ട്. നമ്മൾ മെറ്റീരിയലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളർ ഏതാ സാറിന്? സാറ് ഇത്ര കൂടുതൽ വർക്ക് ചെയ്യില്ല, എപ്പോഴും ആൾക്കാർ കൂടുതൽ ചൂസ് ചെയ്യുന്ന കളർ ഏതാ അലുമിനിയത്തിന്റെ? ഇതുവരെ ആൾക്കാർ കൂടുതലും ചെയ്തിരുന്നു വൈറ്റ് വുഡിന്റെ മുകളിലായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് പല കളറും അവൈലബിൾ ആണ്. നല്ല ലൈറ്റ് ഷെയ്ഡുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓരോ ഷീറ്റിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ വരുന്നുണ്ട്. ഇപ്പൊ ആൾക്കാർ കസ്റ്റമർ തന്നെ ഓൾറെഡി സെലക്ട് ചെയ്ത് തുടങ്ങി. നമുക്ക് ഇന്ന കളർ വേണമെന്ന് നമ്മൾ പല കാറ്റലോഗും കൊടുക്കും പല കമ്പനിയുടെ. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് തരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മുടെ സ്ഥാപനം വരുന്നത് PKM ഫാബ് ഇൻറ്റീരിയർ. വടക്കാഞ്ചേരി മിണാലൂർ പെട്ടിക്കട സ്റ്റോപ്പിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്.
എന്തെങ്കിലും വർക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കണക്ട് ചെയ്യാവുന്നതാണ്.